ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻ-നിസാ വചനം 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹല്ലിൻ الأنثيين فإن كن نساء فوق اثنتين فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه السدس فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين. آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان حليما حكيما. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ആണിന് 2, പെണ്ണിൻ്റെതിന് തുല്യമായ ഓരിയാണുള്ളതെന്ന്. ഇനി 2-ലധികം പെൺമക്കളാണുള്ളതെങ്കിൽ മരിച്ചയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 3/2 ഭാഗമാണ് അവർക്കുള്ളത്. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതിയാണുള്ളത്. മരിച്ചയാൾക്ക് സന്താനം ഉണ്ടെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടയച്ചു പോയ സ്വത്തിന്റെ 1/6 വീതമുണ്ടായിരിക്കുന്നതാണ്. ഇനി അയാൾക്ക് സന്താനമില്ലാതിരിക്കുകയും മാതാപിതാക്കൾ അയാളുടെ അനന്തരാവകാശിയായി ഇരിക്കുകയുമാണെങ്കിൽ അയാളുടെ മാതാവിന് 1/3 ഭാഗമുണ്ടായിരിക്കും. ഇനി അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ അവരുടെ മാതാവിന് 100/1 ഉണ്ടായിരിക്കും. മരിച്ച ആൾ ചെയ്തിട്ടുള്ള വസിയത്തിനും കടമുണ്ടെങ്കിൽ അതിന് ശേഷമാണ് ഇതെല്ലാം. നിങ്ങളുടെ പിതാക്കളിലും നിങ്ങളുടെ മക്കളിലും ഉപകാരം കൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു നിർണയമാണിത്.